ഇന്ന് മൊത്തം അടിയും ഇടിയും കിഡ്നാപ്പിംഗ് അടക്കം മൊത്തം വയലൻസ് ആയിരിക്കും. അതുകൊണ്ട് പ്രേക്ഷകർ ജാഗ്രത. പൂരായണം ഇന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് കാല് മാറിയാൽ കാല് വെട്ടും. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടി കേരളത്തിലെ സ്ത്രീകൾ സുരക്ഷിതരേയല്ല എന്ന നിലപാടിൽ പ്രചരണം നടത്തുന്നുണ്ട്. അതൊരു നല്ല പ്രവണതയല്ല. ഈ ലോകത്തെ സ്ത്രീകളെ ഏറ്റവും സുരക്ഷിതരായിട്ടിരിക്കുന്നത് എവിടെയാണെന്നറിയോ? ഹൈ, എന്തൊരു ചോദ്യമുള്ളത്. കേരളത്തിൽ തന്നെ അല്ലാണ്ട് എവിടെ? എന്തുകൊണ്ടാണ് കേരളത്തിൽ സ്ത്രീ സുരക്ഷ ഇത്രയും കൂടുതൽ? ഇവിടെ ഭരിക്കണത് സഖാക്കളല്ലേ. സഖാക്കൾ ഭരിക്കണ നാട്ടില് സ്ത്രീ സുരക്ഷ ഇല്ലാണ്ടിരിക്കോ? ഡിവൈഎസ്പി വഴിയൊരുക്കി കൊടുത്ത് CPM നേതാക്കൾ ഒരു വനിതാ കൗൺസിലറെ ക്രൂരമായി മർദ്ദിച്ച് വസ്ത്രാക്ഷേപം ചെയ്ത് അവരെ തട്ടിക്കൊണ്ടുപോയി. സ്ത്രീ സംരക്ഷകരും സ്ത്രീ സുരക്ഷയെ കുറിച്ച് വാചാലരാവുന്നവരും അതാ കൂത്താട്ടുകുളം നഗരസഭയിലേക്കൊന്ന് നോക്കൂ. 13 LDF അംഗങ്ങളുള്ള നഗരസഭയില് ഒന്നങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ അപ്പൊ LDFന് ഭരണം നഷ്ടാകും. അങ്ങനെ ആ വിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാൻ വേണ്ടി അവരിങ്ങനെ റെഡി ആയിട്ടിരിക്കുമ്പോ ആരോ ഒരാൾ കാല് മാറുന്നു. അവർക്കൊരു വിവരം കിട്ടി. പിന്നീട് അവിടെ നടന്നത് കൊമ്രേഡ്സിന് തങ്കലിപികളാൽ എഴുതി ചേർക്കാൻ കഴിയുന്ന ചരിത്രം. കൗൺസിലർ കാല് മാറുന്നു പേടിച്ചിട്ട് സ്വന്തം പാർട്ടിക്കാര് തന്നെ കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയി. രാത്രി ഒന്നല്ല, പകല്, പട്ടാപ്പകല്, അതും പോലീസുകാരുടെ മുന്നിൽ വെച്ചിട്ട്. കിഡ്നാപ്പിംഗിന്റെ പുതിയ കേരള മോഡൽ. അങ്ങനെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച സ്വന്തം കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്ന പൊൻതുവലും ഇനി കോമ്രേഡ്സിന് സ്വന്തം. എനിക്ക് വളരെ ബുദ്ധിമുട്ടുകൾ മനസ്സിലുണ്ട്. അപ്പൊ അതിന്റെ എന്റേതായ നിലപാട് എനിക്ക് എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. സ്വന്തമായിട്ട് നിലപാടുണ്ടെന്നാ? ശരി, വെറുതെ അല്ല നമ്മുടെ കോമ്രേഡ്സ് തട്ടിക്കൊണ്ടുപോയത്. സ്ത്രീകൾക്ക് അല്പസ്വല്പം സ്വാതന്ത്ര്യം തരുന്ന ഒരു മോഡേൺ പാർട്ടിയാണെന്നുള്ളത് ശരിയാണ്. പക്ഷേ എന്ന് വെച്ചാൽ പാർട്ടിക്കെതിരെ ശബ്ദമുയർത്താൻ നിൽക്കണ്ടേട്ടാ. ഞങ്ങളുടെ മൊയിലാളി സഖാക്കൾ ഒരു കാര്യം പറയും, അത് അങ്ങോട്ട് അനുസരിക്കുക. അതല്ലാന്നാണ് തീരുമാനം എന്നുണ്ടെങ്കിലേ കിഡ്നാപ്പിംഗ് തന്നെ ശിക്ഷ. നമുക്ക് പ്രൊട്ടക്ഷൻ തരേണ്ട പാർട്ടി തന്നെ നമ്മളെ ഇതുപോലെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച് മാനസികമായിട്ട് തകർത്ത്, അതിനല്ലാതെ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് അല്ലേ? അങ്ങനെ 10-25 വർഷം പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിച്ച ഒരു വനിതാ സഖാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് ഭീഷണിപ്പെടുത്തി സ്ത്രീ സംരക്ഷണത്തിന്റെ പ്രാധാന്യം സമൂഹത്തിന് കാണിച്ചു തന്ന ഉത്തമ മാതൃകയായിരിക്കാണ് കോമ്രേഡ്സ്. മനുഷ്യനാകണം, മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം. നമ്മൾ തോൾ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന വനിതാ കൗൺസിലർമാരടക്കം നമ്മളെ പുരുഷന്മാരുടെ കൈകളിലേക്ക് വണ്ടിയിലേക്ക് എടുത്ത് എറിയടാ അല്ല ആക്രോശിക്കുന്നത് കേൾക്കാമായിരുന്നു. എനിക്ക് അവളെ കൊന്നുകളയടാ അങ്ങനെ CPM-ന്റെ ലോക്കൽ സെക്രട്ടറി പറയുന്നത് എനിക്ക് കേൾക്കാമായിരുന്നു. ഇപ്പൊ എല്ലാവരുടെ സംശയം അറിയല്ലോ. CPM-കാര് തന്നെയാണ് തട്ടിക്കൊണ്ടുപോയെന്നും CPM-കാര് തന്നെയാണ് മർദ്ദിച്ചതെന്നും നല്ല വ്യക്തവും സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുകയാണ് കലാരാജു. അങ്ങനെ വരാൻ വഴിയില്ലല്ല. സാധാരണ ഈ മർദ്ദനവും ഇടിയും അടിയും കാര്യങ്ങളൊന്നും ഞങ്ങളുടെ കോമ്രേഡ്സ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആരും അത് തുറന്നു പറയാറില്ലല്ലോ. കോമ്രേഡ്സിന്റെ മർദ്ദന മുറകളൊന്നും പണ്ടത്തെ പോലെ അങ്ങോട്ട് ഫലിക്കണില്ലെന്ന് തോന്നുന്നു. അവിശ്വാസ പ്രമേയം നടക്കുന്നതിന് കുറച്ച് മുമ്പാണ് വിട്ടു നിൽക്കാൻ ഞങ്ങളുടെ പാർട്ടി LDF തീരുമാനിക്കുന്നത്. ആ വിവരം അവരോടും കൂടി പറയാൻ വേണ്ടി ഞങ്ങളവിടെ നിന്നു. ശരി, നമ്മൾ വിട്ടു നിൽക്കുന്നു, നമുക്ക് എല്ലാവർക്കും കൂടി പാർട്ടി ഓഫീസിലേക്ക് വന്നു തുടങ്ങി. കുറച്ച് പേര് എയർപേഴ്സിന് വണ്ടിയിൽ കയറി ഞങ്ങളൊക്കെ നടന്നും കൂടി പോകുന്നു. അതെ, പാർട്ടി ഓഫീസിലേക്ക് സംസാരിക്കാൻ വിളിച്ചതാണ് ഹൈലൈറ്റ്. സ്നേഹത്തോടെ മുടിക്കുത്തിന് പിടിച്ച് വലിച്ചഴിച്ചു കൊണ്ടുപോയി. പിന്നെ അത് മാത്രമല്ല, കാറിന്റെ ഡോറിന്റെ ഇടയിൽ കാല് വെച്ച് വലിച്ചടച്ചു. അപ്പൊ കാല് വേദന എടുക്കണു, ഒന്ന് ഡോറ് തുറന്നു തരുമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു പാർട്ടി ഓഫീസിൽ എത്തിയിട്ടേ കാല് വെട്ടി മാറ്റി തരാണ്. അതെങ്ങനെയുണ്ട് ആ സ്നേഹം? കരുതി തന്നെയാണടി നിന്നിരുന്നത്, നിന്നെ അകത്തോട്ട് കയറ്റാതെ ഇരിക്കാൻ. ഞങ്ങളിവിടെ അപ്പോൾ ലോക്കൽ സെക്രട്ടറി ഒക്കെ ആക്രോശിക്കുന്ന എനിക്ക് കേൾക്കാം, അവളെ കൊന്നുകളയടാ. കുട്ടി സഖാവായിരുന്നു പറഞ്ഞത്. ഭാഗ്യം കോമ്രേഡ്സ് തറവാടിന്റെ മാനം നീ കാത്തു. ഇനി നമുക്ക് തട്ടിക്കൊണ്ടുപോകലിനെ കുറിച്ച് കുറച്ച് ന്യായീകരണങ്ങളാവാം. രാവിലെ സംഭവത്തിന് മുമ്പ് CPM-ന്റെ പാർലമെന്ററി പാർട്ടി നേരത്തെ വിളിക്കുമ്പോൾ ഇവർ സ്ഥലത്തില്ല. അപ്പോൾ അവരുടെ വീടിൻ്റെ അടുത്ത് അവരില്ല, അവരുടെ ബന്ധുക്കളെ അന്വേഷിച്ചവരില്ല. അപ്പോൾ അവരെ ആരോ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തട്ടിക്കൊണ്ടുപോയത് കോൺഗ്രസ് അവരെ. അങ്ങനെ പറയ്. നിങ്ങൾ എന്താണ് കളിക്കാണ്? കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതിന്റെ ആദ്യത്തെ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് കോൺഗ്രസിനാണെന്നാണ് കോമ്രേഡ്സ് പറയുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അല്ല, കലാരാജു പോലും പറഞ്ഞിട്ടില്ലല്ലോ കോൺഗ്രസ്സുകാരാണ് തട്ടിക്കൊണ്ടുപോയെന്ന്. കഥയില് ചോദ്യമില്ല അല്ലേ? സ്ത്രീ സംരക്ഷണം കൈമുതലാക്കിയ പാർട്ടിയാണ്, അത് മറക്കരുത്. അവിടെ ഒരു അവിശ്വാസ പ്രമേയത്തിന് എന്തിനാണ് DCC പ്രസിഡന്റും അതുപോലെ തന്നെ മൂവാറ്റുപുഴ MLA ഈ അനൂപ് ജേക്കബ് അവിടുത്തെ MLA എന്നൊക്കെയാ, മൂവാറ്റുപുഴ MLAയും അനൂപ് ജേക്കബും എല്ലാം എന്തിനാണ് അവിടെ പോണത്? ഇപ്പൊ അവര് വന്നതായ പ്രശ്നം.
കോംറേഡ്സിനെ പോലെ സ്ത്രീ സംരക്ഷണം കൈമുതലാക്കിയതാണോ അതോ സാഹചര്യം മുതലാക്കിയതാണോ എന്ന് അറിഞ്ഞൂടാ. ഈ കോംറേഡ്സിന്റെ കിഡ്നാപ്പിംഗ് സീനില് രക്ഷകരായിട്ട് എത്തിയത് കോൺഗ്രസ് നേതാക്കളായിരുന്നു. ഇത്രയും കാലം ആ പാർട്ടിക്കൊപ്പം നടന്ന് ആ പാർട്ടിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് ആ പാർട്ടിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് കൗൺസിലറായി നിൽക്കുന്ന ഒരു സ്ത്രീയോട് CPM എന്ന പാർട്ടി ഇതാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഏത് സ്ത്രീ സുരക്ഷയെ കുറിച്ചാണ് പറയുന്നത്? ഞങ്ങളുടെ കോംറേഡ്സ് വനിതാ മതിൽ ഉണ്ടാക്കാറുണ്ടല്ലോ, സ്ത്രീ സംരക്ഷണത്തിനെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസും സെമിനാറൊക്കെ നടത്താറുണ്ടല്ലോ, അതുപോലെ CPM എന്ന പാർട്ടി ഈ സ്ത്രീയോട് ചെയ്തതിനെ കുറിച്ച് എന്താണ് CPM-നും മുഖ്യമന്ത്രിക്കും പറയാനുള്ളത്? അതല്ലെങ്കിൽ വനിതാ മന്ത്രിമാരുണ്ടല്ലോ, വീണ ജോർജ് അടക്കമുള്ള വനിതാ മന്ത്രിമാരുണ്ട്, അല്ലെങ്കിൽ KK ശൈലജയുണ്ട്, PK ശ്രീമതി ഉണ്ട്, ഇവർക്കൊന്നും ഈ വിഷയത്തിൽ ഒന്നും പറയാനില്ലേ? അയ്യോ, LDF-ലെ വനിതാ നേതാക്കൾ ഇപ്പൊ ചോദിച്ചൂടാ. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ അവർക്ക് സ്ത്രീ സംരക്ഷണത്തിനെ കുറിച്ച് ഓർമ്മ വരുള്ളൂ. അല്ലാത്ത സമയത്തൊക്കെ മിണ്ടാതെ പൊരിയാടാതെ ഒരിടത്തിരിക്കും. പ്രതിപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കുന്ന ഒരു പൊതു നിലപാടുണ്ട് സ്ത്രീ സമൂഹത്തോട്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, നമ്മുടെ നാട്ടിലെ തുല്യതയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രസ്ഥാനമാണ്. ആ നിലയിൽ ഉള്ള ഒരു സമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കുന്നത്. ഇങ്ങനെ അവർ ഉന്തി വണ്ടിക്കകത്തേക്ക് വലിച്ച് കയറ്റിയപ്പോൾ കാറിൻ്റെ ആ വണ്ടിയുടെ ഇടയ്ക്ക് എൻ്റെ ഡോറിട്ടാണ് അവർ ഡോറ് വെച്ച് വലിച്ചടച്ച് വിരലിൽ അതിൻ്റെ ഇടയിൽ ജാമായി. അപ്പം ഞാൻ പറഞ്ഞു എന്നെ കാല് വേദന എടുക്കുന്നതിന് ഒന്നും നിങ്ങളത് തുറക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേനും അവൻ എന്നോട് പറഞ്ഞു അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടെങ്കിൽ വെട്ടിത്തരാടി നിന്റെ കാലെന്ന് പറഞ്ഞു. അവർക്ക് അവരുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കുകയും എല്ലാ നിലയിലുള്ള ബഹുമാനം കൊടുക്കുകയും ചെയ്യുന്ന സമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ഉള്ളത്. CPM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്നല്ലേ, അല്ലാണ്ട് ക്രിമിനൽ പാർട്ടി ഓഫ് ഇന്ത്യ എന്നല്ലല്ലോ അല്ലേ? അപ്പോ സ്ത്രീ സംരക്ഷണം എന്ന് പറഞ്ഞ് മാസ് ഡയലോഗ് അടിക്കാനും വനിതാ മതിൽ തീർക്കാനും ഇനിയും ഇതുവഴി വരില്ലേ സഖാക്കളെ? ഇനി പറയാൻ പോണത് ഒരു കത്തെഴുത്തിനെ കുറിച്ചാണ്. ആരാണ് കത്തെഴുതിയെന്നും ആർക്കാണ് കത്തെഴുതിയെന്നും സസ്പെൻസ് ആണ്. അതെ, എല്ലാരോടും കൂടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കല്ല, PV പറഞ്ഞു. കീപ്പ് ലെഫ്റ്റ് വേണ്ട. അതെ, തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ UDF-നോടുള്ള ആ ഒരു സ്നേഹം ഇവിടെ അൻവറേട്ടന് പോണില്ലെന്നേ. UDF നടത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ഞങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് നിരുപാധികമായിട്ടുള്ള പിന്തുണ കൊടുക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. നിരുപാധികമായ പിന്തുണ. ആദ്യത്തെ പാർട്ടി വിട്ട് വേറെ പാർട്ടിയിൽ ചേർന്നിട്ട് മൂപ്പര് അത് തന്നെ പറഞ്ഞോണ്ടിരിക്കണ്ടെങ്കിൽ അത്ര ഇഷ്ടമുള്ളണ്ടല്ലേ, നമുക്ക് ആർക്കെങ്കിലും ഒന്ന് കനിഞ്ഞൂടെ? ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു പ്രക്ഷേപം ഇല്ലല്ലോ. അൻവർ കോൺഗ്രസിൽ വരണമെന്നോ UDF-ൽ വരണമെന്നോ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ടാൽ അപ്പോൾ കോൺഗ്രസും ആലോചിക്കും, UDF-ഉം ആലോചിക്കും. PV അൻവറിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ രേഖാമൂലം എഴുതി തരട്ടെ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ശരി, അത്രയ്ക്കായ എന്നാ പിന്നെ ഒരു കത്ത് എഴുതിയിട്ടുള്ള കാര്യം. തന്റെ മനസ്സിലെ ദുഃഖങ്ങളും സ്വപ്നങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവെച്ചുകൊണ്ട് ഒരു 10 പേജ് കത്തങ്ങോട്ട് എഴുതി. ഇത് ദരിദ്രവാസി പോസ്റ്റ് കാർഡിൽ കത്തയച്ചിരിക്കുന്നു. ഇവിടെ എനിക്ക് സുഖമാണ്, അവിടെയും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും സുഖം, അവിടെയും സുഖം, പിന്നെ ഇത് ചുവന്നുകൊണ്ട് നടക്കുന്ന എനിക്കാണോ അസുഖം? സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് തൃണമൂൽ കോൺഗ്രസിൽ ചേരേണ്ടി വന്നത്. എന്നെ നിങ്ങളുടെ പാർട്ടിയിൽ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അതൊരു മുതൽക്കൂട്ടായിരിക്കും എന്നുള്ളതാണ് കത്തിന്റെ ആകെപ്പാടുള്ളൊരു സംക്ഷിപ്തം. പണ്ട് നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ കടിച്ചു കീറാൻ നിന്നിരുന്ന ആൾക്കാരുടെ കാലാണല്ലോ എന്റെ പൊന്നെ അൻവറേട്ടനെ പിടിക്കുന്നത്. മനുഷ്യന്മാരുടെ ഓരോരവസ്ഥയെ സതീശേട്ടൻ, സുധാകരൻജി, KC വേണുഗോപാൽ, PK കുഞ്ഞാലിക്കുട്ടി, അങ്ങനെ കണ്ണി കണ്ട എല്ലാ നേതാക്കൾക്കും ഇവിടെ അൻവറേട്ടൻ കത്തയച്ചിട്ടുണ്ട്. ഇല്ലില്ല, എല്ലാവർക്കും കത്തയച്ചിട്ടില്ല. മുന്നണി പ്രവേശനത്തെ എതിർത്ത ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് ഞങ്ങളുടെ അൻവറേട്ടൻ കത്തെഴുതിയിട്ടില്ല. ഈ അൻവറേട്ടന്റെ ഓരോരോ ലീലാവിലാസങ്ങൾ. ഈ സ്ട്രോങ്ങിന്റെ ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത്? തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നപ്പോഴെങ്കിലും ആ പാവത്തിന് കയറിയിരിക്കാൻ ഒരു സ്ഥലം കിട്ടിയെന്ന് വിചാരിച്ചതാ. ഇല്ല, ഒന്നും നടന്നില്ല. UDF-നോടുള്ള ആ ഒരു മോഹബത്ത് മനസ്സിലിങ്ങനെ പറഞ്ഞു പോയില്ലേ. ആ ഇഷ്ടം നടക്കില്ല എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.